ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. 35 ബോളിൽ നിന്നാണ് താരമെന്ന് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. IPL-ന്റെ ചരിത്രം തന്നെ വൈഭവ് തിരുത്തി കുറിച്ചു. IPL-ൽ വേഗതയിൽ സെഞ്ചുറി അടിച്ചിട്ടുള്ളത് ക്രിസ് ഗെയിലാണ്. 30 ബോളിൽ നിന്നാണ് ഗെയില് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വൈഭവ് സൂര്യവംശി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വെറും 14 വയസ്സുള്ള താരമാണ് ഈ ചരിത്ര നേട്ടം നേടിയിരിക്കുന്നത്. രാജസ്ഥാൻ തകർപ്പന വിജയമാണെന്ന് സ്വന്തമാക്കിയത്. രാജസ്ഥാനെ സംബന്ധിച്ചിന്ന് ജീവൻ മരണ പോരാട്ടമായിരുന്നു. ടോട്ടൽ രാജസ്ഥാൻ പുറത്താകുമായിരുന്നു. ആ ഒരു മാച്ചിലാണ് രാജസ്ഥാൻ ശക്തമായിട്ട് ടൂർണമെന്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഗുജറാത്തിൽ നിന്ന് ഫസ്റ്റ് ബാറ്റിംഗിൽ 209 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ശുഭ്മാൻ ഗില്ല്, പട്ടർ അടക്കം എല്ലാവരും നന്നായിട്ട് കളിച്ചു. എന്നിട്ടും രാജസ്ഥാൻ ടീമിനെ ഒതുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഗുജറാത്തിന്റെ ബൗളേഴ്സ് എങ്ങനെ എറിഞ്ഞിട്ടും വിക്കറ്റ് കിട്ടുന്നില്ല. ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും കൂടി ഗുജറാത്ത് ടീമിനെ തല്ലിച്ചതച്ചു. അതുപോലത്തെ ബാറ്റിംഗ് ആണ് അവർ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സൂര്യവംശിയുടെ ബാറ്റിംഗ് തന്നെയാണ്. ഒരു 14 വയസ്സുകാരൻ ഇങ്ങനെ കളിക്കുമെന്ന് ആരും കരുതിയില്ല. അതുപോലത്തെ ബാറ്റിംഗ് ആണ് താരമെന്ന് പുറത്തെടുത്തത്. എത്ര എക്സ്പീരിയൻസ് ബോളേഴ്സ് ഉണ്ടായിട്ടും സൂര്യവംശിയെ പുറത്താക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വെറും 17 ബോളിൽ താരം ആദ്യം 50 നേടി. പിന്നീട് 35 ബോളിൽ നിന്നാണ് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈസി ആയിട്ടാണ് രാജസ്ഥാൻ കളി ജയിച്ചത്. വൈഭവിന്റെ കളി കണ്ട് സഞ്ജു അടക്കമുള്ള സീനിയർ താരങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. IPL ചരിത്രത്തിൽ ഏറ്റവും വയസ്സുള്ള താരത്തിന്റെ സെഞ്ചുറി വൈഭവിന്റെ പേരിൽ ആയിരിക്കുകയാണ്. രോഹിത്തിനോ കോഹ്ലിക്കോ ഒന്നും തന്നെ ഇല്ലാത്ത റെക്കോർഡാണ് വൈഭവ് സ്വന്തമാക്കിയിരിക്കുന്നത്. വൈഭവിന്റെ മുന്നിൽ ഇനി ക്രിസ് ഗെയിൽ മാത്രം. രാജസ്ഥാൻ ടീമിന് ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യത തിരിച്ചെത്തിയിരിക്കുകയാണ്. ഗുജറാത്തി IPL-ലെ മികച്ചൊരു ടീമായിരുന്നു. ആ ടീമിനെയാണ് രാജസ്ഥാൻ മലർത്തിയടിച്ചത്. ഇന്ന് കളി ജയിക്കാൻ കാരണം വൈഭവ് തന്നെയാണ്. ഇത് രാജസ്ഥാന്റെ 2ാമത്തെ തിരിച്ചുവരവാണ്. രാജസ്ഥാൻ ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തുവെങ്കിൽ ഉറപ്പായിട്ടും 300 റൺസ് കടത്തിയേനെ. അതുപോലത്തെ ബാറ്റിംഗ് ആണ് വൈഭവ് കാഴ്ചവെച്ചത്. ഗുജറാത്ത് എന്തായാലും നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.